അപ്പോൾ സമൂഹത്തോട് ഉത്തരം പറയേണ്ട ഒരു സർക്കാർ ഞങ്ങൾ പറഞ്ഞത് നടപ്പാക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ ആ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശവാദങ്ങൾ ഞങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് പോകുമ്പോഴെങ്കിലും ജനങ്ങളെ ബോധിപ്പിക്കേണ്ടി വരുമല്ലോ. ഇനി 1.5 വർഷം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ നെഗറ്റിവിറ്റിയുടെ അന്തരീക്ഷം സർക്കാരിന് മറികടക്കേണ്ടതുണ്ട്. ഇപ്പൊ സിനിമാക്കാരായ ആളുകളുടെ ആരുടെയൊക്കെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരുടെ പേര് പറഞ്ഞാലും അവരെ ആരെങ്കിലും സംരക്ഷിക്കേണ്ട എന്തെങ്കിലും ഉത്തരവാദിത്വം സർക്കാരിനുണ്ടോ? അങ്ങനെ ആരെയും സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വമൊന്നും സർക്കാരിനല്ല. പക്ഷെ ആദ്യമായിട്ട് ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ICC നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഇതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുപോലെ WCC ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിഷയങ്ങൾ മുഴുവൻ കേൾക്കുക, മുഴുവൻ സിനിമാ സംഘടനകളുമായിട്ട് ചർച്ച നടത്തുകയും സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു നിയമം, സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു നയരൂപീകരണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ചെയ്തിട്ടില്ല ഇത്തരം കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ കാലഘട്ടത്തിൽ എവിടെയും താങ്കൾ പറയുന്ന പോലെ ഒരു കാര്യം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നയരൂപീകരണമാണ് നടന്നിട്ടുള്ളത്? 2019 ഈ റിപ്പോർട്ട് കൊടുത്തത്. ഇനി ഒരു കോൺക്ലേവ് ചേർന്ന് നയം രൂപീകരിക്കുമെന്ന് പറയുകയാണ് ഇത് പുറത്തു വന്നതിന് ശേഷം. അതല്ലാതെ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരു നയവും രൂപീകരിച്ചിട്ടില്ല. പിന്നെ സിനിമാ സെറ്റിൽ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉണ്ടാക്കാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാരിന് അത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ICC രൂപീകരണം, എവിടെയാണ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി? അതൊക്കെ ചില സിനിമകളുടെ സെറ്റുകളിൽ അതിനെ ഒരു തൊഴിൽ യൂണിറ്റ് എന്ന് കണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ എല്ലാ സിനിമകളിലും IC എന്നുള്ളത് മാൻഡേറ്ററി ആയി നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ ഇവിടെ? എല്ലാ സിനിമകളിലും IC ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സർക്കാരിന് എവിടെയൊക്കെയാണ് സിനിമ നടക്കുന്നതെന്നുള്ള, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എടുത്താൽ മാത്രമേ ഏതൊക്കെ സിനിമകൾ ഉണ്ടാവുന്നതെന്ന് തന്നെ അറിയാൻ പറ്റത്തുള്ളൂ, എവിടെയൊക്കെയാണ് ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് സംരംഭം ആയതുകൊണ്ട് വളരെ തുച്ഛമാണ്. എവിടെയൊക്കെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് പോലെ ഏത് കാട്ടിലാണ് ഏത് മേട്ടിലാണ് നടക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഈ ഒരു വർഷം ഇറങ്ങുന്ന സിനിമകളുടെ ലിസ്റ്റ് തന്നെ നമ്മൾക്ക് ചോദിക്കണമെന്ന് സെൻസർ ബോർഡിനോട് ചോദിച്ചിട്ട് വേണം അതിന്റെ ലിസ്റ്റ് എടുക്കാനായിട്ട്. അല്ലെ ടാക്സിന്റെ കാര്യങ്ങൾ കളക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് അറിയുന്നത് അത്തരം കണക്കുകൾ പോലും. അത്തരം വളരെ ഇതായിട്ട് നടക്കുന്ന ഒരു സാധനമാണ് സിനിമാ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സെറ്റുകളിലും ഒരു IC ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ആ ഒരു നിർദ്ദേശം വെച്ചത് സർക്കാർ തന്നെയാണ് നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട്. പക്ഷെ പല ICകളിലും സ്ത്രീകൾക്ക് വരെ പുരുഷന്മാർ മെമ്പറായിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും വിസിറ്റ് ചെയ്തപ്പോൾ സാധാരണ നിലയിൽ 10 പേരിൽ കൂടുതലുള്ള ഒരു തൊഴിലിടത്ത് ഉണ്ടാകേണ്ട ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എങ്ങനെയാണോ അതുപോലെ എല്ലാ സിനിമയിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില സിനിമകളിൽ ഉണ്ട്, അതിന്റെ പ്രൊഡ്യൂസർമാരും മറ്റുമൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്.